ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന മതങ്ങളിലൊന്നാണ് ജൂതമതം അഥവാ യഹൂദമതം. 3 പ്രമുഖ അബ്രഹാമിക മതങ്ങളിൽ ഒന്നുമാണത്. ദൈവം ഏകനാണെന്നും യഹൂദർ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധ ജനമാണെന്നുമുള്ള വിശ്വാസമാണ് യഹൂദ ധാർമ്മികതയുടെ കാതൽ. യഹോവ എന്നത് ഇവരുടെ പൂജ്യമായ ദൈവനാമമാണ്. തെക്കൻ മെസൊപ്പൊട്ടേമിയയിലെ കൽദായുടെ ഊറിൽ നിന്ന് ഹാരാൻ വഴി ദൈവികമായ തെരഞ്ഞെടുപ്പിലൂടെ വാഗ്ദത്ത ഭൂമിയായ ഇസ്രായേലിലെത്തിയവനും എല്ലാ വിശ്വാസികളുടെ പിതാവുമായ അബ്രഹാമിൻ്റെ ധാർമ്മിക പാരമ്പര്യത്തിൽപ്പെട്ടവരായി യഹൂദർ സ്വയം കണക്കാക്കപ്പെടുന്നു. അബ്രഹാമിൻ്റെ പേരക്കിടാവായ യാക്കോബിൻ്റെ 12 മക്കളിൽ ഒരാളായ യഹൂദയുടെ പേരിലാണ് ഈ മതം ഇന്നറിയപ്പെടുന്നത്. യഹൂദ എന്ന പേരാകട്ടെ യഹോവ എന്ന ദൈവനാമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എബ്രായ ബൈബിൾ അനുസരിച്ച് ഈജിപ്തിൽ അടിമയാക്കപ്പെട്ട യാക്കോബിൻ്റെ സന്തതികൾ മോശയുടെ നേതൃത്വത്തിൽ വിമോചനത്തിനായി വാഗ്ദത്ത ഭൂമിയിൽ മടങ്ങിയെത്തി. 450 വർഷത്തെ അടിമത്തത്തിന് ശേഷമുള്ള ഈ വിമോചനവും മരുഭൂമിയിലൂടെയുള്ള മടക്കയാത്രയും യഹൂദ വിശ്വാസ പാരമ്പര്യത്തിലെ കേന്ദ്ര സംഭവങ്ങളിൽ പെടുന്നു. 40 വർഷം ദീർഘിച്ച മടക്കയാത്രയുടെ തുടക്കത്തിൽ വിമോചകനായ മോശയ്ക്ക് സീനായി മലമുകളിൽ വെച്ച് ദൈവം നിയമസാരാംശമായ 10 കൽപ്പനകൾ സ്വന്തം വിരൽ കൊണ്ട് കൽപ്പലകകളിൽ എഴുതി നൽകിയതായി യഹൂദർ കരുതുന്നു. ഹെബ്രായ ബൈബിൾ അഥവാ തനക്കാണ് യഹൂദ മതസ്ഥരുടെ വിശുദ്ധ ഗ്രന്ഥം. തനക്കിൻ്റെ 3 ഖണ്ഡങ്ങളിൽ ഏറ്റവും പ്രധാനം ആദ്യഖണ്ഡവും നിയമസംഹാരവുമായ തോറയാണ്. പിൽക്കാലത്ത് മുഖ്യധാരയായി മാറിയ റബേനിക യഹൂദത ദൈവദത്തമായ അലിഖിത നിയമങ്ങളുടെയും അവയുടെ വ്യാഖ്യാനങ്ങളുടെയും രേഖ എന്ന നിലയിൽ പിൽക്കാല രചനയായ തൽമൂദിനൊപ്പം മാനിക്കപ്പെടുന്നു. എബ്രായ ബൈബിൾ തനക്കെന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന എബ്രായ ബൈബിളാണ് യഹൂദമതത്തിലെ പ്രാമാണികമായ വിശുദ്ധ ഗ്രന്ഥം. യഹൂദ സ്വത്വത്തിൻ്റെ നിർവചനത്തെയും നിലനിൽപ്പിനെയും അത്ഭുതകരമായി സ്വാധീനിച്ച കൃതിയാണിത്. ദേശകാലങ്ങളുടെ അകലവും വൈവിധ്യവും മറികടന്ന് ഒരു ജനതയെ ലിഖിത വചനത്തിൻ്റെ മാത്രം ശക്തി കൊണ്ട് ഒരുമിപ്പിക്കുകയും നിലനിർത്തുകയും ചെയ്ത കൃതിയെന്ന് എബ്രായ ബൈബിളിനെ പുകഴ്ത്തുന്ന H.D. വെൽസ്, യെരുശലേം യഹൂദരുടെ ശിരസ്ഥാനമായിരുന്നത് പേരിന് മാത്രമാണെന്നും എക്കാലത്തും അതിൻ്റെ യഥാർത്ഥ നഗരി ഈ പുസ്തകങ്ങളുടെ പുസ്തകമായിരുന്നെന്നും അദ്ദേഹം നിരീക്ഷിക്കുന്നു. യഹൂദർ ബൈബിൾ നിർമ്മിക്കുകയല്ല, ബൈബിൾ യഹൂദരെ നിർമ്മിക്കുകയാണ് ചെയ്തതെന്ന് അദ്ദേഹം കരുതി. രാജ്യവും രാജാവും ദേവാലയം ലോകമെമ്പാടും ചിതറിപ്പോയ യഹൂദ ജനതയുടെ ഐക്യവും തുടർച്ചയും അത് ഉറപ്പാക്കി. തനക്കെന്ന വാക്ക് ഈ സംഹിതയിൽ അടങ്ങിയിരിക്കുന്ന ഗ്രന്ഥവിഭാഗങ്ങളുടെ പേരുകളായ തോറ, നബീം, കെത്തുവീം എന്നിവയുടെ ആദ്യ അക്ഷരങ്ങൾ ചേർന്നുണ്ടായതാണ്. തനക്കിൻ്റെ 3 ഖണ്ഡങ്ങളിൽ ഏറ്റവും പ്രധാനം ആദ്യഖണ്ഡവും നിയമസമാഹാരവുമായ തോറയാണ്. തോറ എന്ന ഹെബ്രായ പദത്തിൻ്റെ അർത്ഥം വഴികാട്ടുക എന്നതാണ്. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യർ, സംഖ്യ, നിയമാവർത്തനം എന്നിവയാണ് തോറയിൽ അടങ്ങിയിരിക്കുന്നത്. നബീയിമിൽ പ്രവചന ഗ്രന്ഥങ്ങളും കെത്തുബിൽ മറ്റ് ലിഖിതങ്ങളുമാണ്. തനക്കിൻ്റെ ആദ്യ ശകലങ്ങൾ വാമൊഴിയായി പ്രചരിച്ചതാകാനാണ് സാധ്യത. തുടർന്ന് രചനയുടെയും സംശോധനയുടെയും സമ്പാദന സമയങ്ങളുടെയും സഹസ്രാബ്ദ കാലത്തിലധികം കൊണ്ടാണ് കൃതി അതിൻ്റെ അന്തിമ രൂപം കൈവരിച്ചത്. തനക്കിൻ്റെ 3 ഖണ്ഡങ്ങളിൽ പ്രധാനവും ആദ്യത്തേതുമായ തോറയുടെ നിലവിലുള്ള പാഠത്തിൻ്റെ ഉത്ഭവത്തെ വിശദീകരിക്കാൻ 18-19 നൂറ്റാണ്ടുകളിലെ പണ്ഡിതന്മാർ മുന്നോട്ട് വെച്ച രേഖാപരികൽപ്പന ഈ പ്രക്രിയയെ ഉദാഹരിക്കുന്നു. മോശയുടെ പേരിൽ അറിയപ്പെടുന്ന തോറയിലെ 5 പുസ്തകങ്ങൾ സ്വതന്ത്രവും അവയിൽ തന്നെ സമ്പൂർണവും ഓരോന്നിനും സമാന്തരവുമാകുന്ന 4 പൂർവ്വരേഖകൾ സമന്വയിപ്പിച്ച് സംശോധകരുടെ ഒരു പരമ്പര രൂപപ്പെടുത്തിയെന്നാണ് ഈ പരികൽപ്പന. പ്രാചീന ലോകത്തിലെ യഹൂദ വേദഗ്രന്ഥങ്ങൾക്കിടയിൽ എബ്രായയ്ക്ക് പുറമെയുള്ള ഭാഷകളിൽ രചനകൾ ഉണ്ടായിരുന്നു. എങ്കിലും അന്തിമ സഞ്ചയനത്തിൽ സ്വീകരിക്കപ്പെട്ടത് എബ്രായ ഭാഷയിലുള്ള ഗ്രന്ഥങ്ങൾ മാത്രമാണ്. ബൈബിളിൻ്റെ പുരാതന ഗ്രീക്ക് പരിഭാഷയായ സെപ്തജിൻറ്റിലെ പല ഗ്രന്ഥങ്ങളും മൂലഭാഷ എബ്രായ അല്ല എന്ന കാരണത്താൽ തള്ളപ്പെട്ടു. പൊതുവശം 90-നടുത്ത് മധ്യധരണി തീരത്തെ യമനിയിൽ ചേർന്ന യഹൂദ വേദശാസ്ത്രികളുടെ സമ്മേളനത്തിലാണ് ഈ അന്തിമ സഞ്ചയനം തീരുമാനിക്കപ്പെട്ടതെന്ന് കരുതപ്പെടുന്നു. ഭാഷയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച ഉണ്ടായിരുന്നില്ലെങ്കിലും ഒരു മതഗ്രന്ഥമെന്ന നിലയിൽ പരിഗണിക്കുമ്പോൾ വൈവിധ്യമാർന്ന ചിന്താധാരകളോടുള്ള സഹിഷ്ണുത ഈ സമാഹാരത്തിൽ പ്രകടമാണ്. അസ്തിത്വത്തിൻ്റെയും ദുരൂഹ സമസ്യകളുടെയും ദൈവനീതിയെയും കുറിച്ച് അമ്പരിപ്പിക്കുന്ന ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന ഇയ്യോബിൻ്റെ പുസ്തകവും ജീവിതത്തിൽ മടുപ്പിക്കുന്ന അർദ്ധരാഹിത്യങ്ങളെക്കുറിച്ച് പരാതി പറയുന്ന സഭാപ്രസംഗിയും പ്രേമഗാനമായ ഉത്തമഗീതവും എബ്രായ ബൈബിൾ സഞ്ചയത്തിൻ്റെ ഭാഗമാണ്. എബ്രായ ബൈബിൾ ലിഖിത രൂപത്തിൻ്റെ പുരാതന പാഠങ്ങൾ വ്യഞ്ജനങ്ങൾ മാത്രമായിരുന്നു. മധ്യയുഗത്തിലെ മസോറട്ടുകൾ ഈ പാഠത്തെ സ്വരങ്ങളുടെയും ഉച്ചാരണത്തിൻ്റെയും ബലഭേദങ്ങളുടെയും ചിഹ്നങ്ങളും ഓരക്കുറിപ്പുകളും ചേർത്ത് നിശ്ചിതമാക്കി. കാലക്രമേണ വ്യാപകമായ സ്വീകൃതി തേടിയ മസോറട്ടിക് പാഠമാണ് എബ്രായ ബൈബിളിൻ്റെ ആധികാരിക പാഠമായി ഇന്ന് കരുതപ്പെടുന്നത്. തൽമൂദ്
പിൽക്കാലത്ത് മുഖ്യധാരയായി മാറിയ റബ്ബനിക യഹൂദ ദൈവികമായ അലിഖിത നിയമങ്ങളുടെയും അവയുടെ വ്യാഖ്യാനത്തിൻ്റെയും രേഖ എന്ന നിലയിൽ പിൽക്കാല രചനയായ തൽമൂദിനെ തോറയ്ക്കൊപ്പം മാനിക്കപ്പെടുന്നു. പഠിക്കുക, പഠിപ്പിക്കുക എന്നീ അർത്ഥങ്ങളിലുള്ള സെമിറ്റിക് മൂലപദങ്ങളിൽ നിന്ന് ഉത്ഭവിച്ച തൽമൂദ് എന്ന പദത്തിന് എബ്രായ ഭാഷയിൽ പ്രബോധനം, പഠനം എന്നൊക്കെയാണ് അർത്ഥം. യഹൂദ നിയമത്തെയും സന്മാർഗ ശാസ്ത്രങ്ങളെയും ദർശനങ്ങളെയും ചരിത്രത്തെയും സംബന്ധിച്ച് റബ്ബനിക സംവാദങ്ങളുടെ രേഖ എന്ന നിലയിലാണ് അത് എഴുതപ്പെട്ടിരിക്കുന്നത്. തൽമൂദിന് 2 ഭാഗങ്ങളുണ്ട്. പൊതുവർഷം 2-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ രൂപപ്പെട്ട ആദ്യ ഭാഗമായ മിഷ്ന യഹൂദരുടെ വാചക നിയമമായ ആദ്യത്തെ ലിഖിത രൂപമാണിത്. 5-ാം നൂറ്റാണ്ട് അവസാനത്തോടെ ഉരുത്തിരിഞ്ഞ 2-ാം ഭാഗമായ ഗമാറ ആദ്യ ഭാഗത്തിൻ്റെ വിശദീകരണമാണ്. തൽമൂദ്, ഗമാറ എന്നീ പദങ്ങൾ ഒന്നിനു പകരം മറ്റൊന്നായും ഉപയോഗിക്കപ്പെടാറുണ്ട്. തൽമൂദ് എന്ന പദം പലപ്പോഴും ഗമാറയുടെ മാത്രം പേരാകുന്നു. ആ നിലപാടിൽ മിഷ്ന തൽമൂദിൻ്റെ വിഷയം, ഗമാറ മാത്രം തൽമൂദ് ആകുന്നു. മിഷ്നയുടെ സൃഷ്ടാക്കളായ മനീഷികൾ തനായിമാർ എന്നും ഗമോറയുമായി ബന്ധപ്പെട്ട വേദജ്ഞാനികൾ അമോറന്മാർ എന്നും അറിയപ്പെടുന്നു. മിഷ്ന എഴുതിയിരിക്കുന്നത് എബ്രായ ഭാഷയിലാണ്, ഗമാറകൾ അരാമ്യ ഭാഷയിലും. തൽമൂദ് 2 സമാന്തര സഞ്ചയത്തിൽ ലഭ്യമാണ്. ഇവയിൽ ഹ്രസ്വവും കൂടുതൽ പുരാതനവുമായത് പരസ്യനിൽ രൂപപ്പെട്ട യെരുശാൽമി തൽമൂദാണ്. മെസപ്പൊട്ടോമിയയിൽ പിന്നീട് രൂപപ്പെട്ട ബാബിളി തൽമൂദ് യെരുശലേം തൽമൂദിനേക്കാൾ വലിപ്പം കൂടിയതാണ്. വിട്ടുവീഴ്ചയില്ലാത്ത ഏകദൈവ വിശ്വാസമാണ് യഹൂദ ധാർമ്മികതയുടെ കാതൽ. പ്രഭാത സായാഹ്ന പ്രാർത്ഥനകളുടെ ഭാഗമായ ശമ എന്ന വിശ്വാസ പ്രഖ്യാപനം ഇതിൻ്റെ സംഗ്രഹവും ഘോഷണവുമാണ്. ഇസ്രായേലെ കേട്ടാലും കർത്താവാണ് ദൈവം, കർത്താവ് ഏകനാണ് എന്നാണ് ആ പ്രഖ്യാപനം. 12-ാം നൂറ്റാണ്ടിലെ യഹൂദ ചിന്തകൻ മൈമോഡിനിസ് യഹൂദ വിശ്വാസത്തെ താഴെ പറയുന്ന 13 പ്രമാണങ്ങളിൽ സംഗ്രഹിച്ചിട്ടുണ്ട്. ദൈവമുണ്ട്, ദൈവം കണിശമായും ഏകനാണ്, ദൈവം അരൂപിയാണ്, ദൈവം നിത്യനാണ്, ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ, ദൈവം പ്രവാചകരിലൂടെ മനുഷ്യരാശിയെ പ്രബോധിപ്പിക്കുന്നു, ഏറ്റവും വലിയ പ്രവാചകൻ മോശയാണ്, യഹൂദ നിയമം ദൈവത്വമാണ്, തോറ മാറ്റമില്ലാത്തതാണ്, ദൈവം പരിപാലിക്കുന്നവനാണ്, ദൈവം സമ്മാനിക്കുന്നവനും ശിക്ഷിക്കുന്നവനുമാണ്, മിശിഹ വരാനിരിക്കുന്നു, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. ആചാരാനുഷ്ഠാനങ്ങൾ, സാബത്ത്. 6 ദിവസം കൊണ്ട് പ്രപഞ്ചത്തെയും ചരാചരങ്ങളെയും സൃഷ്ടിച്ച യഹോവ 7-ാം ദിവസം പ്രവൃത്തിയിൽ നിന്ന് വിരമിച്ച് വിശ്രമിച്ചതായും ആ ദിവസത്തെ അനുഗ്രഹിച്ചതായും എബ്രായ ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം പറയുന്നു. ആഴ്ചയുടെ അന്തിമ ദിനമായ സാബത്തിൻ്റെ സവിശേഷമായ ആചരണത്തിന് യഹൂദമതത്തിൻ്റെ ആദിമ ചരിത്രത്തോളം പഴക്കമുണ്ട്. ബാബിലോണിയൻ സംസ്കാരത്തിൽ നിന്നും 7 ദിവസങ്ങളിലുള്ള ആഴ്ച കലണ്ടർ കടം കൊണ്ട യഹൂദർ 7-ാം ദിവസത്തിൻ്റെ സവിശേഷത എന്ന സങ്കല്പവും അതിനൊപ്പം സ്വീകരിച്ചതാവാം. എന്നാൽ ബാബിലോണിയർക്ക് ദുർദേവതയുടെ ദിവസമായിരുന്നു 7-ാം ദിവസം. യഹൂദർക്ക് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്രമ ദിനമായി. വെള്ളിയാഴ്ച വൈകിട്ട് ആദ്യ നക്ഷത്രത്തിൻ്റെ പ്രത്യക്ഷ സമയം മുതൽ ശനിയാഴ്ച അതേ സമയം വരെയാണ് സബത്തിൻ്റെ വിശ്രമം. വെള്ളിയാഴ്ച രാത്രി ഗ്രഹനായിക സബത്ത് വിളക്ക് കൊളുത്തുന്നതിനെ തുടർന്നുള്ള ഒരു പ്രാർത്ഥനയിലാണ് ആചരണത്തിൻ്റെ തുടക്കം. തുടർന്ന് ഗ്രഹനാഥൻ്റെ നേതൃത്വത്തിലുള്ള കുടുംബം ഭക്ഷണം പങ്കിടുകയും നിശ്ചിതമായ വേദപുസ്തക ഭാഗം വായിക്കുകയും ചെയ്യുന്നു. ശനിയാഴ്ച സമൂഹം ഒന്നായി സിനഗോഗിൽ പ്രാർത്ഥനയ്ക്കായി സമ്മേളിക്കുന്നു. ആഹാര നിയമങ്ങൾ. പാനഭോജനവുമായി ബന്ധപ്പെട്ട് യഹൂദനിഷ്ഠകളുടെ സഞ്ചയം കസ്രൂത്ത് എന്നറിയപ്പെടുന്നു. ഉചിതം, ശരിയായത് എന്നൊക്കെയാണ് ആ പേരിനർത്ഥം. നിഷ്ഠാപരമായ ശുദ്ധിയുള്ള ഭക്ഷണപാനീയങ്ങൾക്ക് കോശർ എന്ന പേരാണുള്ളത്. എബ്രായ ബൈബിളിലെ ആദ്യഖണ്ഡമായ തോറയിലെ അനുശാസനങ്ങളാണ് ഈ നിഷ്ഠകൾക്ക് പിന്നിൽ. കസ്രൂത്ത് നിഷ്ഠകളിൽ ചില വർഗം ജന്തുക്കളുടെ മാംസവും മുട്ടയും പാലും ഭക്ഷിക്കുന്നതിനുള്ള വിലക്ക്, അനുവദിക്കപ്പെട്ടിരിക്കുന്ന ജന്തുക്കളെ തന്നെ ആഹാരത്തിന് വേണ്ടി കൊല്ലുമ്പോൾ പിന്തുടരേണ്ട നിയമങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുന്നു. മുഴുവൻ ചോരയും വാർത്തിക്കളയണം എന്ന നിർബന്ധം ഇതിൻ്റെ ഭാഗമാണ്. ഇരട്ടക്കുളമ്പുള്ളവയും അയവർക്കുന്നതുമായ മൃഗങ്ങളെല്ലാം ആഹരിക്കാവുന്നതാണ്. പന്നി, ശുദ്ധ മത്സ്യം, ഞണ്ട്, ചെമ്മീൻ തുടങ്ങിയവ വിലക്കപ്പെട്ട ജന്തുക്കളിൽ പെടുന്നു. പുൽച്ചാടിയും വെട്ടുക്കിളിയും ഒഴിച്ചുള്ള ഷഡ്പദങ്ങൾക്കും വിലക്കുണ്ട്. മാംസവും പാലും ഒരുമിച്ച് കഴിക്കുന്നതിനുള്ള വിലക്കും കുസ്രുതിൻ്റെ ഭാഗമാണ്. കുഞ്ഞിനെ അമ്മയുടെ പാലിൽ വേവിക്കരുത് എന്ന ബൈബിൾ വചനമാണ് ഈ നിയമത്തിന് പിന്നിൽ. മീനും പാലും ഒരുമിച്ച് കഴിക്കുന്നതിന് ഈ വിലക്കില്ല. മാംസം കൈകാര്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ പാലിനും തിരിച്ചും ഉപയോഗിക്കുന്നതും വിലക്കപ്പെട്ടിരിക്കുന്നു. യഹൂദേതർ നിർമ്മിച്ച മുന്തിരി ഉൽപ്പന്നങ്ങളും വിലക്കിൻ്റെ പരിധിയിൽ വരുന്നു. ഈ നിയമങ്ങൾ പിന്തുടരുന്നതിനുള്ള യാഥാസ്ഥിക യഹൂദർ കാണുന്ന അന്തിമ ന്യായം അവ ദൈവികമായ അനുശാസനമാണ് എന്നതിനാലാണ്. യഹൂദരുടെ തിരുനാളുകൾ. റോഷ് ഹസാന എന്ന വർഷാരംഭ ഘോഷത്തോടെ
സെപ്റ്റംബർ മാസത്തിലാണ് യഹൂദ സംവത്സരത്തിൻ്റെ തുടക്കം. അതിൻ്റെ ആചരണം ആഘോഷവും ഭക്തിയും ഇടകലർന്നതാണ്. ആണ്ടുപിറവിയിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ പാപങ്ങളെ ഓർത്തുള്ള പശ്ചാത്താപത്തിൻ്റേതാണ്. റോഷ് ഹസാനെ തുടർന്നുള്ള 10-ാം ദിവസം യോം കിപ്പൂർ അഥവാ പ്രായശ്ചിത്ത ദിനം എന്നറിയപ്പെടുന്നു. വ്യക്തിപരവും സാമൂഹികവുമായ പാപങ്ങൾ പൊറുതിക്കു വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ ദിവസമാണിത്. യോം കിപ്പറിനെ തുടർന്ന് യഹൂദ പഞ്ചാംഗത്തിലെ തൃശിമാസം 15-ാം തീയതി കൂടാരത്തിരുന്നാളാണ്. ഗ്രിഗോറിയൻ പഞ്ചാംഗപ്രകാരം സെപ്റ്റംബർ അവസാനം മുതൽ ഒക്ടോബർ അവസാനം വരെ എന്നെങ്കിലുമാകാം അത്. ഈജിപ്തിൽ നിന്നുള്ള പ്രയാണത്തിനിടയിൽ ഇസ്രായേലുകാർ മരുഭൂമിയിൽ ചെലവഴിച്ച 40 വർഷക്കാലത്തിൻ്റെ അനുസ്മരണമായി യഹൂദരിൽ പലരും ഈ തിരുനാളുകൾ വീടുകൾക്ക് പുറത്തുണ്ടാക്കിയ കൂടാരങ്ങളിൽ താമസിക്കുന്നു. BC 2-ാം നൂറ്റാണ്ടിലെ മക്കബായ മുന്നേറ്റത്തിനിടയിൽ യെരുശലേം ദേവാലയത്തെ ശുദ്ധീകരിച്ച് പുനഃപ്രതിഷ്ഠിച്ചതിൻ്റെ അനുസ്മരണമാണ് ഹനൂക്ക. മകരസംക്രാന്തിയോടടുത്ത് വരുന്ന ഈ തിരുനാൾ അമേരിക്കൻ ഐക്യനാടുകളിലും മറ്റും ക്രിസ്മസിന് സമാന്തരമായി ആഘോഷിക്കപ്പെടുന്നു. പേർഷ്യൻ സാമ്രാജ്യത്തിലെ യഹൂദർ അവരെ നശിപ്പിക്കാൻ ശ്രമിച്ച നാമാൻ എന്ന ഉദ്യോഗസ്ഥനിൽ നിന്നും എസ്തേർ എന്ന യഹൂദ വനിതയുടെ ഇടപെടൽ വഴി രക്ഷിക്കപ്പെട്ടതിൻ്റെ അനുസ്മരണമായ പുരയും ആഘോഷിക്കപ്പെടുന്നത് ശീതകാലത്തിനൊടുവിലാണ്. എബ്രായ ബൈബിളിലെ എസ്തേറിൻ്റെ പുസ്തകത്തിൻ്റെ വായന പുരീം ആഘോഷത്തിൻ്റെ ഭാഗമാണ്. ഈജിപ്തിലെ അടിമത്തിൽ നിന്നുള്ള മോചനത്തിൻ്റെ അനുസ്മരണമായ പെസഹ തിരുനാൾ ചക്രത്തിൻ്റെ പരകോടിയായി വസന്തകാലത്ത് ആഘോഷിക്കപ്പെടുന്നു. കുടുംബാംഗങ്ങൾ ഒരുമിച്ച് പങ്കിടുന്ന സേദർ എന്ന പെസഹ ഭോജനം ഈ ആഘോഷത്തിൻ്റെ പ്രധാന ഭാഗമാണ്. പെസഹയെ തുടർന്ന് 50 ദിവസത്തിനു ശേഷം ഷെബുവോത്ത് അഥവാ പെന്തക്കോസ് തിരുനാൾ പലസ്തീനിൽ യവം കൊയ്ത്തിനെ തുടർന്നുള്ള വിളവെടുപ്പ് ഉത്സവം എന്ന നിലയിൽ തുടങ്ങിയതാണ് ഇത്. സീനായ് മലമുകളിൽ യഹൂദർക്ക് ദൈവനിയമം നൽകപ്പെട്ടതിൻ്റെ അനുസ്മരണമായി കാലക്രമേണ രൂപാന്തരപ്പെട്ടു. സിനഗോഗ് അഥവാ ജൂതപ്പള്ളി യഹൂദരുടെ ആരാധനാലയങ്ങളുടെ പുറമെ മതബോധനത്തിൻ്റെയും സാമൂഹിക ജീവിതത്തിൻ്റെയും കേന്ദ്രം എന്ന നിലയിലും പ്രാധാന്യമുള്ള സ്ഥാപനങ്ങളാണ് സിനഗോഗുകൾ. നീതിന്യായ കോടതികളുടെയും നഗരസഭകളുടെയും ചുമതലകളും യഹൂദ സമൂഹത്തിൽ അവ ചിലപ്പോൾ നിർവഹിക്കാറുണ്ട്. യാഥാസ്ഥിക യഹൂദർ ഇവയെ പരാമർശിക്കുന്നത് യൂറോപ്യൻ യഹൂദയിൽ പ്രചാരമുള്ള യിദ്ദിഷ് ഭാഷയിലെ ഷൂൽ എന്ന വാക്കുപയോഗിച്ചാണ്. അമേരിക്കയിലെ യഹൂദർ ഈ സ്ഥാപനങ്ങളെ ക്ഷേത്രങ്ങൾ എന്നും വിളിക്കാറുണ്ട്. ഒരു സിനഗോഗിൻ്റെ അംഗബലം പൂർത്തിയാകാൻ ചുരുങ്ങിയത് പ്രായപൂർത്തിയായ 10 പുരുഷന്മാരെങ്കിലും വേണം. ഇതിൽ കുറഞ്ഞ ആളെണ്ണത്തിൽ സാമൂഹിക ആരാധന അനുവദിക്കപ്പെട്ടിട്ടില്ല. പുരോഹിത ഗണത്തിൻ്റെ മേൽനോട്ടത്തിലുള്ള ആഹൂതികൾക്ക് പകരം പ്രാർത്ഥന, പഠനം, ഉദ്ബോധനം എന്നിവയെ ദൈവസേവനത്തിനുള്ള മാർഗങ്ങളാക്കിയ പുത്തൻ യഹൂദയെ സൂചിപ്പിച്ച വിപ്ലവകരമായ സംഭവമായിരുന്നു സിനഗോഗുകളുടെ ആവിർഭാവം. എങ്കിലും യഹൂദ ധാർമ്മികതയിലേക്കും സാമൂഹിക ജീവിതങ്ങളിലേക്കും കേന്ദ്ര സ്ഥാപനങ്ങൾ എന്ന നിലയിൽ സിനഗോഗുകളുടെ ചരിത്രപരമായ തുടക്കം വ്യക്തമല്ല. യെരുശലേമിലെ ദേവാലയത്തിന് കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന അതുല്യമായ സ്ഥാനം പരിഗണിക്കുമ്പോൾ ആരാധനയ്ക്കായി യെരുശലേമിലെത്താൻ നിവൃത്തിയില്ലാതിരുന്ന പ്രാചീന കാലത്തെ ജൂത പ്രവാസികൾക്കിടയിലും തുടർന്ന് AD 70 യെരുശലേം ദേവാലയത്തിൻ്റെ നാശത്തിനു ശേഷം പലസ്തീനിൽ തന്നെയും സിനഗോഗുകൾ രൂപപ്പെട്ടിരിക്കുക എന്ന് കരുതാം. എന്നാൽ യെരുശലേം ദേവാലയത്തിൻ്റെ നാശത്തിനു മുൻപ് തന്നെ പലസ്തീനിൽ സിനഗോഗുകൾ നിലവിൽ വന്നിരുന്നു എന്നത് ഈ അനുമാനത്തെ ദുർബലമാക്കുന്നു. യഹൂദയുടെ കേന്ദ്രസ്ഥാനമായി സിനഗോഗുകൾ അംഗീകരിക്കപ്പെട്ടപ്പോഴേക്ക് അവ മോശയോളം പൗരാണികമുള്ളതായി സങ്കല്പിക്കപ്പെട്ടിരുന്നെന്നും യഹൂദ ചരിത്രത്തിലെ ഒരു യുഗത്തെയും അവ ഒഴിവാക്കി സങ്കല്പിക്കുക സാധ്യമല്ലെന്നും യഹൂദ വിജ്ഞാനകോശം പറയുന്നു. ദീർഘമായ ചരിത്രപ്രയാണത്തിനിടയിൽ യഹൂദമതത്തിനുള്ളിൽ ഏറെ പ്രസ്ഥാനങ്ങളും വിഭാഗങ്ങളും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. യഹൂദതയുടെ ആദിമ ചരിത്രത്തിൽ തന്നെ മുഖ്യധാരയിൽ നിന്നും വേർപിരിഞ്ഞു പോയ ശമരിയർ 2-ാം ദേവാലയ കാലത്തെ തീവ്ര ധാർമ്മികരായിരുന്ന എസ്സീനുകൾ അതേ കാലത്ത് ഇഹലോകത്തെയും പരലോകത്തെയും കേന്ദ്രമാക്കിയുള്ള യുഗാന്തര ശാസ്ത്രങ്ങളുടെ വൈപര്യത്തിൽ ഭിന്നിച്ചു നിന്ന സദൂക്യരും പരീശരും മറ്റും പുരാതന യഹൂദയിലെ മതഭേദങ്ങളെ ഉദാഹരിക്കുന്നു. ക്രിസ്തു വർഷാരംഭകാലത്തെ സംഘർഷങ്ങൾക്കിടയിൽ യഹൂദയിലെ ഇതരപക്ഷങ്ങൾ ചരിത്രത്തിൽ നിന്ന് അപ്രത്യക്ഷമായെങ്കിലും റബ്ബിനികതയായി രൂപാന്തരം പ്രാപിച്ച പരീക്ഷ വർഷം നിലനിന്നു. ദൈവികമായ ലിഖിത നിയമങ്ങൾക്ക് പുറമേ ഉണ്ടായിരുന്നതായി അവകാശപ്പെട്ട വാചക നിയമങ്ങളുടെ ക്രോഡീകരണവുമായി റാബിനിക പാരമ്പര്യം പുതിയ ലിഖിത സഞ്ചയമായ തൽമൂദിന് രൂപം കൊടുത്തു. റാബിനികത വാചക നിയമത്തിന് നൽകിയ ഈ പ്രാധാന്യത്തോടുള്ള പ്രതിഷേധത്തിൽ പിറന്ന പ്രസ്ഥാനമാണ് മധ്യയുഗത്തിലെ കരായിയ മുന്നേറ്റം. വിശ്വാസഭേദത്തിൻ്റെ പേരിലല്ലാതെ ചില ചരിത്ര സാഹചര്യങ്ങളിൽ നൽകിയ സാംസ്കാരിക വ്യത്യാസങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന യഹൂദ വിഭാഗമാണ് സെഫാർദികൾ.
സ്പെയിനും പോർച്ചുഗലും തീർന്ന ഐബീരിയൻ ഉപദ്വീപുകളിൽ നിന്നുള്ള യഹൂദരുടെ പിൻഗാമികളാണ് ഈ പേരിൽ അറിയപ്പെടുന്നത്. മധ്യ യൂറോപ്പിലെയും കിഴക്കൻ യൂറോപ്പിലെയും പുരാതന യഹൂദ സമൂഹങ്ങളുടെ പശ്ചാത്തലമുള്ള യഹൂദർ അഷ്കനാസികൾ എന്നും അറിയപ്പെടുന്നു. വിഭാഗീയതയുടെ ഈ ചരിത്രം നിലനിൽക്കുമ്പോഴും 3 സഹസ്രാബ്ദത്തിൻ്റെ പൗരാണിക അവകാശപ്പെടുന്ന ഒരു മതപാരമ്പര്യം എന്ന നിലയിൽ പരിഗണിക്കുമ്പോൾ യഹൂദ മതത്തിൽ അവാന്തര വിഭാഗങ്ങൾ താരതമ്യേന കുറവാണെന്ന് പറയാം. ഇന്നത്തെ യഹൂദയിൽ പൊതുവെ, പ്രത്യേകിച്ച് അമേരിക്കയിൽ ആധുനികമായുള്ള പാരമ്പര്യത്തിൽ രൂപപ്പെട്ട 4 മതഭേദങ്ങൾ തിരിച്ചറിയപ്പെടേണ്ടതുണ്ട്. അവ താഴെ പറയുന്നവയാണ്. യാഥാസ്ഥികർ. സീനായി മലയിൽ ദൈവം നൽകിയതായി കരുതപ്പെടുന്ന ലിഖിത നിയമങ്ങളുടെ സഞ്ചയനമായ തോറയും അതോടൊപ്പം വാചക നിയമങ്ങളുടെ ക്രോഡീകരണമായ തൽമൂദിൻ്റെയും അക്ഷരാർത്ഥ വ്യാഖ്യാനങ്ങളിലും പാലനത്തിലും വിശ്വസിക്കുന്നവരാണ് യാഥാസ്ഥിക യഹൂദർ അഥവാ ഓർത്തഡോക്സ് ജ്യൂസ്. ദൈവാരാധനയുടെ മാധ്യമം എബ്രായ ഭാഷ മാത്രമാണ്. യാഥാസ്ഥിക യഹൂദരുടെ സിനഗോഗുകളിൽ സ്ത്രീ പുരുഷന്മാർ വേർതിരിഞ്ഞാണ് ഇരിക്കാറ്. ആരാധനാവിധിയുടെ പല ഘടകങ്ങളിലും സ്ത്രീകൾക്ക് പങ്കാളിത്തമില്ല. നവീകരണവാദികൾ. 19-ാം നൂറ്റാണ്ടിൽ ജർമ്മനിയിൽ നവീകരണത്തിൻ്റെ സുഹൃത്തുക്കളുടെ ഫ്രാങ്ക്ഫർട്ട് സംഘം, ഫ്രാങ്ക്ഫർട്ട് സൊസൈറ്റി ഓഫ് ഫ്രീഡം ഓഫ് റിഫോം എന്ന കൂട്ടായ്മയിലും മറ്റുമാണ് ഈ വിഭാഗത്തിൻ്റെ പിറവി. 1843 ആ സംഘം ഇറക്കിയൊരു പ്രസ്താവന ഇവരുടെ വിശ്വാസങ്ങളുടെ തീവ്ര പ്രകടനമായിരുന്നു. അത് ഇപ്രകാരമാണ്: ഒന്നാമതായി, മോശയുടെ മതത്തിൻ്റെ അതിരില്ലാത്ത വിശ്വാസ സാധ്യതകൾ ഞങ്ങൾ വിശ്വസിക്കുന്നു. രണ്ടാമതായി, തൽമൂദ് എന്ന പേരിൽ അറിയപ്പെടുന്ന വാക്സമരങ്ങളുടെയും ആജ്ഞകളുടെയും ശേഖരണത്തിന് ഞങ്ങൾ ഒരാധികാരികതയും കൽപ്പിക്കുന്നില്ല. മൂന്നാമതായി, ഇസ്രായേൽക്കാരെ പാലസ്തീനിൽ എത്തിക്കാൻ വരുന്ന ഒരു മിശിഹായെ ഞങ്ങൾ പ്രതീക്ഷിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്യുന്നില്ല. ജനനവും പൗരത്വവും കൊണ്ട് ഞങ്ങളുടേതായ പിതൃഭൂമിയല്ലാതെ മറ്റൊരു പിതൃഭൂമി ഞങ്ങൾക്കില്ല. ലിഖിത നിയമമായ തോറയുടെ ഉൽപ്പത്തിക്ക് പിന്നിലുള്ള ദൈവപ്രചോദനത്തെ അംഗീകരിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ രചന മനുഷ്യഹസ്തങ്ങളിലേറെ തലമുറകളിലൂടെ സംഭവിച്ചതാണെന്നും നവീകരണവാദികൾ കരുതുന്നു. തൽമൂദിനെ തികച്ചും മനുഷ്യനിർമ്മിതമായി കരുതുന്ന അവർ അതിനെ യഹൂദതയുടെ നിയമചരിത്രമായി വിലയിരുത്തുന്നു. അതിലെ തീർപ്പുകളുടെ പ്രസക്തി കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങൾ ആശ്രയിച്ചിരിക്കുമെന്നും ധാർമ്മിക ലക്ഷ്യങ്ങളുമായി പൊരുത്തപ്പെടാത്തതായി കണക്കാക്കപ്പെടുന്ന അനുശാസനങ്ങളെ അവഗണിക്കുമെന്നുമാണ് അവരുടെ പക്ഷം. സമ്പൂർണ്ണ സ്ത്രീ പുരുഷ സമത്വതയിൽ വിശ്വസിക്കുന്ന ഇവർ മതജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സ്ത്രീകളുടെ പങ്കാളിത്തം അനുവദിക്കുന്നു. മിതവാദികൾ. യാഥാസ്ഥിക നവീകരണ പക്ഷങ്ങൾക്കിടയിലെ മധ്യമാർഗമാണ് മിതവാദി യഹൂദ അഥവാ കൺസർവേറ്റീവ് ജൂതായിസം. പാരമ്പര്യങ്ങളെ യാഥാസ്ഥിക വിഭാഗങ്ങളുടെ തീക്ഷ്ണതയോടെ പിന്തുടരുന്നില്ലെങ്കിലും നവീകരണത്തേക്കാൾ പാരമ്പര്യങ്ങളോടാണ് ഇവരുടെ ചായ്വ്. നവീകരണവാദികളുടെ തീവ്ര നിലപാട് മടുപ്പ് തോന്നി അവരിൽ നിന്ന് ഭിന്നിച്ചു പോയവർക്കിടയിലാണ് ഇവരുടെ തുടക്കം. 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ ജർമ്മനിയിൽ അഷ്കനാസി യഹൂദയിലെ ചിന്താസരണികൾക്കിടയിൽ പ്രത്യക്ഷപ്പെട്ട ഈ പക്ഷം 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ അമേരിക്കയിൽ കൃത്യമായ രൂപം കൈവരിച്ച് സ്ഥാപിക്കപ്പെട്ടു. തോറയുടെ ദൈവികമായ ആധികാരികതയിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിലും ബൈബിളിൻ്റെ സ്വതന്ത്ര പഠനത്തെ ഇവർ തള്ളിപ്പറയുന്നില്ല. ന്യൂയോർക്കിലെ യഹൂദ ദൈവശാസ്ത്ര സെമിനാരി മിതവാദ യഹൂദികളുടെ ആത്മീയ ബൗദ്ധിക കേന്ദ്രങ്ങളിലൊന്നും യഹൂദമത വിഷയകമായ അക്കാദമിക പാണ്ഡിത്യത്തിൻ്റെ ആസ്ഥാനവുമാണ്. പുനർനിർമ്മാണവാദികൾ. മിതവാദ യഹൂദ പശ്ചാത്തലത്തിൽ 20-ാം നൂറ്റാണ്ടിൽ പിറന്ന ഒരു ന്യൂനപക്ഷ വിഭാഗമാണ് പുനർനിർമ്മാണവാദം. പുനർനിർമ്മാണവാദികൾ യഹൂദതയുടെ സാംസ്കാരികവും ഐതിഹാസികവുമായ വശങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നു. യഹൂദതയെ ഇവർ ഓരോ തലമുറയിലും പുനർനിർമ്മിക്കപ്പെടുന്ന ഒരു സംസ്കൃതിയായി കാണുന്നു. തോറയെ മനുഷ്യഹസ്തങ്ങൾ നൂറ്റാണ്ടുകളിലൂടെ രൂപപ്പെടുത്തിയ ചരിത്രവും നിയമവും സന്മാർഗീയ ദർശനവുമായി വിലയിരുത്തുന്ന ഇവർ അതിനു പിന്നിൽ ഉണ്ടായേക്കാവുന്ന ദൈവപ്രചോദനത്തെ അംഗീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യുന്നില്ല. യഹൂദതയുടെ ഉത്ഭവം ദൈവത്തിൽ നിന്നല്ല യഹൂദരിൽ നിന്നാണ്. എന്നാൽ അതിനപ്പുറമുള്ള വാദങ്ങളൊക്കെ വ്യാഖ്യാനം മാത്രമാണ് എന്നാണ് ഇവരുടെ വക്താവായ റബ്ബി റിച്ചാർഡ് ഹിർഷിൻ്റെ വാദം. ഭൂതകാലത്തിൻ്റെ കെട്ടുപാടുകളിൽ നിന്ന് ഏറ്റവും സ്വതന്ത്രവും പരീക്ഷണങ്ങൾക്ക് ഏറ്റവും സന്നദ്ധവുമായ യഹൂദ വിഭാഗമെന്ന് ഇവർ വിശേഷിക്കപ്പെടുന്നു. പോലുള്ള കണ്ടന്റ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ആദ്യം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്നമർത്തിയേക്ക്.